ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റിലെ യൂണിറ്റ് 3 ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ദ ലാബ് മാനേജേഴ്സ് റോൾ ഇൻ ക്വാളിറ്റി അഷ്വറൻസ്. നമ്മുടെ ലാബ് മാനേജറുടെ റോൾ എന്താണ്, നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസിൽ അദ്ദേഹത്തിനുള്ള റോൾ എന്താണെന്നാണ് പറയുന്നത്. നമുക്കൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലാബ്സിലാണെങ്കിലും എന്താണ് QA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലാബ്സ് ക്യാൻ സ്പെഷ്യലൈസ് ഇൻ മെനി ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ്. കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, ഫാർമക്കോളജി, ടോക്സിക്കോളജി, ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ലാബുകൾ. കെമിസ്ട്രിക്ക് ലാബുണ്ട്, മോളിക്കുലർ ബയോളജിക്ക് നമുക്ക് പലതരത്തിലുള്ള ലാബുകളുണ്ട്, ഫാർമക്കോളജി, ടോക്സിക്കോളജി, ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാബുകൾ വരുന്നുണ്ട്. വിത്ത് ഈച്ച് ദർ ഇസ് ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ക്വാളിറ്റി ഈസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് വാട്ട് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക്. അതായത് നമുക്ക് പല രീതിയിലാണ് ഓരോ സ്ഥലത്തും എന്ത് നോക്കേണ്ടത്, നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബട്ട് ദർ ഈസ് എ സിമിലാരിറ്റി വിത്തിൻ QA ദാറ്റ് സ്പാൻ മോസ്റ്റ് ടൈപ്പ് ഓഫ് ലബോറട്ടറീസ്. ദ ലാബ് മാനേജർ ഈസ് ടിപ്പിക്കലി റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഓവർസീസിങ് എ സ്ട്രിക്റ്റ് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം ദാറ്റ് എനബിൾ ലബോറട്ടറി ടു മെയിൻറ്റെയിൻ ഹൈ ലെവൽസ് ഓഫ് അക്യുറസി അറ്റ് ഓൾ ടൈം. അതായത് അദ്ദേഹം ഒരു ലാബ് മാനേജർ എന്ന് പറയുമ്പോൾ അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് സ്റ്റാഫുകളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ക്വാളിറ്റി എഷ്യൂർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് റിസൾട്ടുകൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട്, കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ എവറി പ്രോസസ്സ്, എല്ലാ പ്രോസസ്സിനും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ലാബിൽ എങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇന്നൊരു ടെസ്റ്റിനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫൈനിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെൻറ്റ്സ് സച്ച് എസ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഓഡിറ്റ്സ്. കൃത്യമായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരിക്കണം, ഓഡിറ്റുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് സ്പെസിഫൈയിങ് കറക്റ്റീവ് ആക്ഷൻസ് വെൻ പ്രോബ്ലംസ് ആർ ഐഡൻറ്റിഫൈഡ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ലാബ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റെസ്പോൺസിബിൾ ഫോർ QA മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് ദ ലാബ് മീറ്റ് ഇറ്റ്സ് സ്പെസിഫിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമുക്ക് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിക്കണം. നോട്ട് ജസ്റ്റ് എ പേപ്പർ ബട്ട് ഇൻ പ്രാക്ടീസ് ആൻഡ് എ കീ ഫാക്ടർ ഇൻ ദിസ് പ്രോപ്പർ ട്രെയിനിങ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ്, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, നമ്മുടെ ലാബിൽ ഇപ്പോൾ വരുന്ന ആളുകൾക്ക് നമുക്ക് അഡീഷണലായിട്ട് എന്ത് കൊടുക്കാം, ട്രെയിനിങ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ SPOസിൻ്റെ വർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷനിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലാബ് മാനേജർ ടു സെലക്ട് ആൻഡ് അപ്ലൈ ദ ബെസ്റ്റ് ടൂൾസ് ടു ഹെൽപ്പ് മീറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മുടെ ലാബ് മാനേജർ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എങ്ങനെയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കണം. ദർ ഈസ് ടെക്നോളജി ടുഡേ ടു മേക്ക് ദ ലാബ് managers job easier, ensure that experimentation is less vulnerable to mistake a human error and maximize the value and stability of data. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും കൃത്യമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടും പിന്നെ ഡാറ്റാസൊക്കെ കൃത്യമായിട്ട് വെക്കുന്നതിനൊക്കെ വേണ്ടി ശ്രദ്ധിക്കണം. Indeed, many laboratory information management system and other specialized software often build in quality and compliance features. The tools enable staff and managers to monitor and track PKIs and other data, ensuring compliance, producing high insight into opportunities for improvement. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, സ്റ്റാഫുകളാണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് എന്താണ് ഡാറ്റാസൊക്കെ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവാം. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയാം QMS എന്നാണ്. ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് അവിടെ വേണം. അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് അവിടെ ചെയ്യുന്നത്,
അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള പോളിസീസാണ് നമുക്ക് ഈ ഒരു ലാബ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്പ്രസ് എ ഫ്രെയിംവർക്ക് ഓഫ് ഒറിജിനൽ structures, methods, techniques, policies, procedures, process and resources. Quality management system are also methods by which companies can ensure responsibility, schedule, relationship, contracts and agreements are on par with the environmental, food and product safety standards. നമുക്ക് ഈ ഒരു QMS സിസ്റ്റം വന്നതുകൊണ്ട് ഈ ഓർഗനൈസേഷന് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെത്തേഡുകൾ, ടെക്നിക്ക്, പോളിസീസ്, അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, ഇല്ലെങ്കിൽ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ കറക്റ്റ് നമുക്ക് റെസ്പോൺസിബിളായി ഷെഡ്യൂള് കറക്റ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിനനുസരിച്ച് പലതരത്തിലുള്ള അതുപോലെ തന്നെ കൺട്രാക്ട്സ് ആൻഡ് agreements are on par with the environmental, food and product safety standards. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസിലാണെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ദ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. എന്താണ് നമ്മുടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് 13th സെഞ്ച്വറീസ് തുടങ്ങിയിട്ട് തന്നെ നമുക്കിതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവം നമുക്ക് തുടങ്ങണം എന്നുള്ളതിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ഒരു ക്വാളിറ്റി നമ്മൾ നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ട്രൂ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം വർ ഒറിജിനലി ഡെവലപ്ഡ് ബൈ എൻ അമേരിക്കൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ഇൻ 1950s. നമുക്കൊരു 1950s ഒക്കെ ആയപ്പോഴേക്കും അമേരിക്കയിലും അതുപോലെ തന്നെ നമുക്ക് ജപ്പാനിലൊക്കെ ആയിട്ട് തുടങ്ങി നമ്മുടെ ഈ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എറേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂല്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു പുവറായിട്ടുള്ള പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പുവറായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സർവീസ് ഡിസൈനുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുക. പുവർ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. ഇംപ്രോപ്പർ ബിൽസ് ഓഫ് ലാൻഡിങ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളായിരുന്നു അതിൽ ഫസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്പെഷ്യൽ കോസസ് ഓഫ് എറേഴ്സ്, അതായത് കോസ്ഡ് ബൈ ഇൻഡിവിജ്വൽ എംപ്ലോയീസ്, പ്രൊഡക്റ്റ് ഓർ എക്യുപ്മെൻറ്റ് സച്ച് എസ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്കിൽ ഓർ ട്രെയിനിങ്. അതായത് നമുക്ക് ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള സ്കിൽസും ട്രെയിനിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ല മെറ്റീരിയൽസ് കയ്യിൽ വരണം. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഓർഡർ എക്യുപ്മെൻറ്റ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പിന്നെയും നമ്മുടെ പലതരത്തിലുള്ള ജോസഫ് എം ജുറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനൊക്കെ പിന്നെയും നമ്മുടെ ഈ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. എന്നിട്ട് ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിറ്റ്നസ് ഓഫ് യൂസ് ഓൾസോ ബിഗൻ ടു വർക്ക് വിത്ത് എ ജാപ്പനീസ് ഓർഗനൈസേഷൻ. അതായത് നമുക്ക് ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഫോർ ദിസ് എൻറ്റയർ life cycle, all the way from design to the end customer. He believed that by dissecting each part and process of quality, companies should create a product that consumer could rely on the 100% of the time. അതായത് നമുക്ക് ഇദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട് ഓഫ് പ്രോസസ് ഓഫ് ക്വാളിറ്റി, എത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട്, അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു ഈ ശാസ്ത്രജ്ഞൻ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നത്.